ജനുവരി ട്രാൻസ്ഫർ ജാലകം തുറന്നുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നമുക്ക് ഏറ്റവും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ചില വാർത്തകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് രാഹുൽ KPയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് 90 സ്റ്റോപ്പേജിൻ്റെ ഒരു റിപ്പോർട്ടാണ്, മറ്റൊന്നുമല്ല. അപ്പം രാഹുൽ KP ഈ ഒരു ജനുവരിയിൽ തന്നെ ക്ലബ്ബ് വിട്ടേക്കാമെന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ വന്നതാണ്. സോ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ഒഡീഷ FC ഈ ഒരു ജനുവരിയിൽ തന്നെ ജോയിൻ ചെയ്തേക്കാം എന്നുള്ളതാണ് വാർത്തകൾ. അത് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ മിക്കവാറും അത് സംഭവിക്കാനുള്ള സാധ്യതകൾ തന്നെയുണ്ട്. ഇതിൽ ട്രാൻസ്ഫർ ഫീ ഒക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. സോ നമുക്കറിയാം രാഹുൽ KP കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന താരമാണ്. ഏതാണ്ട് 81 മത്സരങ്ങൾ, 8 ഗോളുകൾ, 5 അസിസ്റ്റ്, ഇതാണ് നമ്പർ. സ്റ്റാറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു ഗ്രേറ്റ് നമ്പർ അല്ല, ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റാണ്. സോ രാഹുൽ KP നമുക്കറിയാം ഇനിഷ്യൽ സ്റ്റേജിൽ വലിയ പ്രതീക്ഷകളൊക്കെ തന്നൊരു യങ്സ്റ്റർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം കുറച്ചധികം ആയിട്ട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലൊക്കെ കൂടി. സോ എന്താണെങ്കിലും ഈ ഒരു ഔട്ട് ഗോയിങ് കൂടി സംഭവിക്കുമ്പോൾ ഇപ്പം സൗരവ് പോയി, നിഹാൽ ഓൾറെഡി ലോണിൽ പോയിരുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് റൈറ്റ് വിങ്ങിലൊരു അത്യാവശ്യമാണ്. ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഔട്ട് ഗോയിങ്സിന് പ്രശ്നമില്ലെങ്കിൽ ഇൻകമിങ്സിനും പ്രശ്നം ഉണ്ടാകരുത്. അപ്പം അവിടെ റിക്രൂട്ട്മെൻറ്റ് കൃത്യമായിട്ട് നടത്തുക എന്നുള്ള ഒരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സോ രാഹുൽ KPയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള താരം തന്നെയാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് ഒഡീഷ FC കിട്ടട്ടെ, പ്രഷറില്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അടുത്തത് അമേർ റണാൾഡെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇപ്പോൾ ഒരു ഹെവി ലിങ്ക് വരികയാണ്. IFT ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടാണ്, റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് തന്നെയാണ്. ഇത് നേരത്തെയും ഇങ്ങനെ കേട്ടിരുന്നു അമയായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പം ഇവരും കൂടി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. അത് ഈ ഒരു ജനുവരിയിലേക്കല്ല, അടുത്ത സമ്മറിലേക്ക്. നമുക്കറിയാലോ 6 മാസമാണ് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത്. അദ്ദേഹം ആക്ച്വലി മുംബൈ സിറ്റി FCയുടെ പ്ലെയറാണ്, പക്ഷേ ലോണിലാണ് അവിടെ ഒഡീഷ FC കളിക്കുന്നത്. അപ്പം ഇപ്പോഴേ പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഒഡീഷ FCയുടെ പല പ്ലെയേഴ്സും ഒക്കെ ആയിട്ട് ലിങ്ക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും പലരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ കോച്ച് ലൊബേറയും ഇങ്ങോട്ട് വരുമെന്നൊക്കെയുള്ളത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. എന്നാണെങ്കിലും അങ്ങനെ ഒരു റിലയബിൾ ആയിട്ടുള്ള വാർത്തകളൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു അത് അടുത്തൊരു വീഡിയോയിൽ പറയാം ഇതുവരെ വന്നില്ല എന്നുള്ളത്. സോ അതിപ്പോൾ ഈ ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്നു, ഇതിൻ്റെ പല കാര്യങ്ങളും കൂടെ വന്നപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് പറയാമെന്നുള്ള നിലയിലാണ് ആ ഒരു വീഡിയോ ഡിലേ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊന്നും റിലേറ്റ് ചെയ്തതല്ല. മൻവീർ സിംഗ് എന്ന് പറയുന്ന ജംഷഡ്പൂർ FCയുടെ താരം മുഹമ്മദനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് വേരിയസ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം നമുക്കറിയാം മറ്റേ മൻവീർ സിംഗ് അല്ല, അറിയാമല്ലോ, മുമ്പ് നോർത്ത് ഈസ്റ്റിലൊക്കെ കളിച്ചിരുന്ന പ്ലെയറാണ്, സെൻട്രൽ ഫോർവേഡായിട്ടുള്ള തന്നെ താരമാണ്. പക്ഷേ അദ്ദേഹം സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര ഒരു ടോപ്പായിട്ട് വന്നിട്ട് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസൊക്കെ സെൻട്രൽ ഫോർവേഡായിട്ട് തന്നെ കിട്ടിയതാണ്. സോ എന്താണെങ്കിലും മുഹമ്മദനിൽ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദൻ ഒരു സ്ട്രൈക്കർ പ്ലെയർ, അവരുടെ വിദേശ താരങ്ങൾ അത്രമേലൊരു സ്കോറിങ്ങിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം ഈ ഒരു ഇന്ത്യൻ താരത്തിന് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദനും നല്ലതാണ്, നമ്മുടെ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നോക്കുമ്പോൾ അതും നല്ലതാണ്, അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റിയാൽ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.